അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അറിയിപ്പ്. ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അതിലേക്ക് ഉള്ള മറുപടി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അതായത് ക്വിസ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്. മാത്രമല്ല ഇന്നത്തെ വിഷയം ന്യൂ ഇയറിനെ സംബന്ധിച്ചിട്ടാണ്. സത്യത്തിൽ ന്യൂ ഇയർ നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റജബ് മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇന്ന് ബുധനാഴ്ച 10-ാം തീയതിയാണ് റജബ് അല്ലേ. 10 കഴിഞ്ഞ് ഇന്ന് മഗ്‌രിബോടെ 11, അതായത് രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ 10 കഴിഞ്ഞ് രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഇവിടെ ചൊല്ലേണ്ട ചില ദിക്റുകളൊക്കെ ഉണ്ട്. ആ ഒരു ദിക്ർ നിങ്ങളോട് ഓർമ്മപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അതേപോലെ ഈ ന്യൂ ഇയറിനെ സംബന്ധിച്ചിട്ട് പ്രഭാഷകന്മാരായിട്ടുള്ള ഉസ്താദന്മാർ, അതായത് സിറാജുദ്ദീൻ കാസിം ഉസ്താദ് ആവട്ടെ, നൗഷദ് ബാക്ക ഉസ്താദ്, സമീർ ദാരിമി, അതേപോലെ കബീർ ബാക്ക ഉസ്താദ്, അതേപോലെ പല ഉസ്താദന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ഏതായിട്ടും വീഡിയോ തുടരെയായി കണ്ടു നോക്കുക. ആദ്യം തന്നെ നിങ്ങളോട് മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, ഈ വീഡിയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി ന്യൂ ഇയറിൻ്റെ ആ ഒരു സമയത്ത് അധികമായിട്ടും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതേപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും നമ്മൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. ന്യൂസിലൂടെ ആവട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാവട്ടെ, മറ്റേത് വിഷയത്തിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ നമുക്ക് ഇസ്ലാമിൽ സത്യത്തിൽ അനുവദനീയമാണോ? ഒരിക്കലുമില്ല. ഡാൻസുകളും പാട്ടുകളും വെച്ച്, അതേപോലെ മാദക ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മറ്റുള്ളവ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ വെളിവാക്കിക്കൊണ്ട് നഗ്നരായ രീതിയിൽ, നഗ്നൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ നഗ്നരല്ല, പകുതി വസ്ത്രമൊക്കെ ഇട്ട് തുള്ളുന്നതായ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളാണ് ഈ ന്യൂ ഇയറിൻ്റെ ആഘോഷവുമായിട്ട് എല്ലാവരും എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ആൾക്കാർ നടത്തി വരാറുള്ളത്. ഒരിക്കലും ഈ കാര്യം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരിക്കലും അനുവദനീയമായിട്ടുള്ള കാലമല്ല. നമ്മുടെ ഈ ഒരു മാസം എന്ന് പറയുന്നത് റജബ് മാസമാണ്. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ അല്ലേ. അതായത് ഈ ശഅബാൻ മാസം അത്രയും പുണ്യമുള്ള മാസമായതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റജബും ശഅബാനും അതേപോലെ റമദാൻ, ഇനി അടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് റമദാനാണ് നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പുണ്യമുള്ള ഒരു ദിവസം കൂടിയാണ്, ഏറ്റവും പുണ്യമുള്ള ഒരു മാസം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങളെ പ്രത്യേകതയാക്കിയിട്ടുണ്ട്, ചില ദിവസങ്ങളെ പ്രത്യേകതയാക്കിയിട്ടുണ്ട്, ചില സമയങ്ങളെ അള്ളാഹു ഏറ്റവും പുണ്യമുള്ള സമയങ്ങളാക്കിയിട്ടുണ്ട്. ആ ഒരു പുണ്യമായിട്ടുള്ള ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തിൻ്റെ അകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ന്യൂ ഇയറിൻ്റെ ആഘോഷവും ഇത്തരത്തിലുള്ള തുള്ളിച്ചാട്ടങ്ങളും ഒരിക്കലും നമ്മൾ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. റജബ് മാസത്തിൽ ആദ്യത്തെ 10 ചൊല്ലേണ്ട ദിക്ർ നമ്മൾ ഈ അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ 10ലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതായത് ഇന്ന് ബുധനാഴ്ച, ഇന്ന് 10ആണ്. ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞതോടുകൂടി 11ലേക്ക് നമ്മൾ പോകാൻ വേണ്ടി കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് രണ്ടാമത്തെ 10ലേക്ക്. ഈ ഒരു സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എന്ന് പറയുന്ന ദിക്ർ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഈ ദിക്ർ ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി നിങ്ങൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഇത് രണ്ടാമത്തെ 10ൽ ചൊല്ലേണ്ട ദിക്റാണ്. അതേപോലെ ഈ ന്യൂ ഇയറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ ഉസ്താദന്മാർ, പ്രഭാഷകന്മാരായിട്ടുള്ള ഉസ്താദന്മാരുടെ ക്ലിപ്പ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഉസ്താദന്മാരുടെ വാക്കുകൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. അവരെന്തൊക്കെയാണ് ഈ ആഘോഷത്തിനെ പറ്റിയിട്ട് പറയുന്നതും, ഇസ്ലാമികപരമായിട്ടുള്ള ചിറ്റകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് പാടില്ല, തുടർന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് തുടരെയായി അവസാന ഭാഗം വരെ കണ്ടു നോക്കുക. ഇത് ഇങ്ങനെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഉസ്താദന്മാരെ സ്നേഹിക്കുന്നതായ ചില ആൾക്കാരുണ്ടായേക്കാം. അപ്പോൾ അവർ ഈ പ്രഭാഷണമെങ്കിലും കണ്ട് ഒരു ആളെങ്കിലും ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അത് വലിയൊരു ശ്രേഷ്ഠതയായിരിക്കും നമുക്ക്. ഇൻഷാ അല്ലാഹ് കണ്ടു നോക്കുക, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെ. അല്ലാതെ
റീൽസും അതേപോലെ മറ്റു വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് പോലെയല്ല. ഇതൊരു ഇൽമ് പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഒരിക്കലും വീഡിയോൻ്റെ അകത്തൊക്കെ പറയാറില്ല നിങ്ങൾ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയാറുള്ളത്, എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കുക എന്ന് പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ തുടരെയായി ഇനി വീഡിയോസ് അപ്ലോഡ് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അലേർട്ടായിരിക്കുക. ഇൻഷാ അല്ലാഹ് ഡെയിലി 4:30 മണി ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു ക്വിസ് ചോദിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു ക്വിസിൻ്റെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ മജ്ലിസുന്നൂറൊക്കെ പാരായണം ചെയ്യലുണ്ട്. അപ്പോൾ ഈ ഒരു പാരായണം ചെയ്യുന്ന മജ്ലിസുന്നൂർ ഇതിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഇതിനാദ്യം ഉണ്ടാക്കിയ ആളാരാണ്? ആരാണ് ഇത് രചിച്ചത് എന്നാണ് എൻ്റെ ചോദ്യം. മജ്ലിസുന്നൂർ രചിച്ചത് ആരാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മറുപടി നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ഇടുക. അപ്പോൾ ഞാൻ അതിൽ വരുന്ന ശരിയായിട്ടുള്ള ആൻസർ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ് കമൻറ്റ് ബോക്സിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കോമാളി തരത്തിനും പോകരുതെന്ന് ഈ സദസ്സിനെ സാക്ഷിയാക്കിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം. ഒരു മോശത്തരത്തിനും. ഞാൻ സാധാരണ ഡിസംബർ 31 പ്രസംഗിക്കലേ ഇല്ല ഇപ്പോൾ കുറെ കാലമായിട്ട്. കാരണം അതുപോലും ഒരു ന്യൂ ഇയർ ആയിട്ടാണ് ആളുകൾ കാണുക. ന്യൂ ഇയർ പ്രഭാഷണം എന്നത് പ്രിയപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ നിർദ്ദേശം കൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ പരിപാടി ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും തന്നെ ഇനി വാതിന് വന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പരിപാടിക്കും ഒരു ആഘോഷത്തിനും നമുക്ക് അങ്ങനെ ഒരു ആഘോഷമേ ഇല്ല. നമുക്ക് ഒരു ന്യൂ ഇയറും ഇല്ല, ഒരു ആഘോഷവും ഇല്ല, ഒരു പടക്കം പൊട്ടിക്കറിയില്ല, ഒരു മാനത്തേക്ക് നക്ഷത്രം എഴുതി വിടലും ഇല്ല, ഒരു 12 മണിയില്ല, ഒക്കെ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു പരിപാടി, ഒരു പുതുവത്സര ആശംസയും നമുക്കില്ല. നമ്മൾ ഓരോ സമയം കഴിയുന്തോറും നമ്മൾ കരയണം. നമ്മൾ ആയുസ് തീരുന്തോറും നമ്മൾ പൊട്ടിക്കരയണം. നമ്മുടെ ഹൃദയത്തിൽ നീറ്റിലുണ്ടാവണം. ആശംസ നേരം നമ്മൾ ആരുമല്ല, നമ്മൾ അള്ളാഹുവിനോടാണ് ശുക്ർ രേഖപ്പെടുത്തേണ്ടത്. എത്രയും കാലം ജീവിച്ചിട്ട് റബ്ബെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ വേദനിക്കണം. കെട്ടിപ്പിടിച്ച് വടക്കം പൊട്ടിച്ച് മുത്തം കൊടുക്കലല്ല ചെയ്യേണ്ടത്, നെഞ്ച് നീറണം, അങ്ങനെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ വന്നില്ലല്ലേ സാരമില്ല, പക്ഷെ മറ്റൊരു പരിപാടിക്ക് ഒരു മോശത്തരത്തിന് നിങ്ങൾ പോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു മുസ്ലിമിന്റെ പുതുവത്സരം എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറമാണ്. ആ പവിത്രമായ മുഹറത്തിലൂടെയാണ് കടന്നു വരാനുള്ളത്. അതാണ് ഒരു മുസ്ലിമിന്റെ പുതുവത്സരം എന്ന് പറയുന്നത്. അതല്ലാതെ എപ്പോഴോ എവിടെ വെച്ചോ കണ്ടുപിടിച്ച ഒരു മാസമോ, അതല്ല മറ്റെന്തെങ്കിലും വഴികളിലൂടെ കടന്നു വരുന്നതോ, ഏതെങ്കിലും ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയതോ, അതൊന്നുമല്ല. നിങ്ങളുടെ പുതുവത്സരം എന്ന് പറയുന്നത് പരിശുദ്ധമായ മുഹറം എന്ന് കടന്നു വന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമോ? അതല്ലാതെ ഒരു ഡിസംബർ കടന്നു വരുമ്പോഴല്ല, അതല്ലെങ്കിൽ അതിന്റെ പാതിരാത്രി, ഇന്നിന്റെ പാതിരാത്രി 12 മണിയൊന്ന് കഴിയുമ്പോ ആ സമയത്തേക്ക് വേണ്ടി മാറ്റിവെക്കലല്ല. റബ്ബേ, ഒരു കൊല്ലമൊന്ന് കഴിഞ്ഞു പോയല്ലോ, ഞാൻ എന്ത് ചെയ്തു റബ്ബേ? ഇത് ഡിസംബർ ആണല്ലോ, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജനുവരിയിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാണ്. അവരറിവില്ലാതെ ചെയ്തു പോകുന്നതാണ് സ്വഹാബ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ന്യൂ ഇയറിന്റെ ആഘോഷം നമ്മൾ തുടങ്ങുകയാണ്. രണ്ടാമത്തെ കാര്യം തഅ്ജീലു തൗബ. തൗബ ചെയ്യാൻ വേഗത കാണിക്കുക. എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക. കഴിഞ്ഞുപോയ എല്ലാ അപരാധങ്ങളും ഈ കടപ്പുറത്ത് വെച്ച് മാറ്റി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ 1 കോടി ഇസ്തിഗ്ഫാറിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും തലമുറക്കി, കൈ മുഴുവനും ഫുൾ കൈയുള്ളവരൊക്കെ നിവർത്തിയിടീൻ. എന്നിട്ട് ഈ രാത്രിയുടെ കടലിന്റെ തിരമാലകൾ പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഈ രാത്രി മോനെ തൗബ ചെയ്യണം. എല്ലാം മറക്ക്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തുടങ്ങട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ കൈവാലയത്തിന്റെ മുമ്പിൽ വക്കമ്പത്തകിന്റെ അന്ന് അല്ലാഹുവിന്റെ റസൂൽ കൈവാലയത്തിന്റെ മുറ്റത്ത് പോയി പാതിരാത്രിയിലെ തവാഫ് ചെയ്യുകയാ. ആയിരക്കണക്കിന് സഹാബത്തുകൾ ഉരുപിടിച്ച വാളുമായി ടൂറടക്കമുള്ള സഹാബത്ത് കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കഅബയിലെ തവാഫ് ചെയ്യുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലണമെന്ന ആഗ്രഹത്തോടെ ഫുദാല എന്ന കാട്ടാളൻ ഉരുപിടിച്ച വാളുമായിട്ട് ആ കഅബയുടെ ഭിത്തിയുടെ മുകളിൽ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. കുറെ നാളുകളായിട്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വൈരാഗ്യം കാരണത്താൽ ഹബീബായ നബിയെ കൊല്ലാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഫുദാല ആ കൈവാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാ. ഇനി വക്കമ്പത്തകിന്റെ അന്ന് പോലും കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ചു. ആ മനുഷ്യൻ ഇങ്ങനെ കൂരിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പാതിരാവിന്റെ നിശബ്ദതയിൽ കൈവാലയത്തിന്റെ മത്താവിനെ തവാഫ് ചെയ്യുകയാ. ആ സമയത്ത് ഒന്നാമത്തെ തവാഫ്
തവാഫ് പൂർത്തിയായി. ഹബീബായ നബി തങ്ങൾ ഫുലാല ഇരിക്കുന്ന ഭിത്തിയുടെ മുമ്പിലെത്തിയപ്പോ കഅബയുടെ പുറകിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായി ഫുലാല എന്ന കാട്ടാളൻ ഹബീബായ നബിയെ കൊല്ലാൻ ചാടി. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരം കണ്ടപ്പോ ഫുലാലയുടെ കൈവറക്കാൻ തുടങ്ങി. ആ ഫുലാല പേടിച്ചു പറച്ചു പോയി. ഹബീബായ നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇതൊന്നും അറിയാതെ റസൂലുള്ള രണ്ടാമത്തെ തവാഫ് പൂർത്തിയായപ്പോ രണ്ടാമത് ഫുലാല ഊരിപ്പിടിച്ച വാളുമായി നബിയെ കൊല്ലാൻ ചാടി ഇറങ്ങി. പക്ഷേ റിസാലത്തിന്റെ ശരീരം കണ്ടപ്പോ പേടിച്ചു പറച്ചു പോയി. രണ്ടാമത്തെ തവാഫിലും ഹബീബായ നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ തവാഫും കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു. എല്ലാ പ്രാവശ്യവും ശ്രമം പരാജയപ്പെട്ടപ്പോ ഹബീബായ നബിയെ കൊല്ലാനുള്ള വൈരാഗ്യത്തോടെ വർഷത്തോടെ കലാപത്തിന്റെ കാലുഷ്യം മുഴുവനും കലാളഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാട്ടാളന്റെ ക്രൗര്യത്തിന്റെ ഏറ്റവും വലിയ കാഠിന്യത്തിലേക്ക് ഭൂനികരിക്കാൻ കഴിയാതെ ആ മനുഷ്യരിക്കുമ്പോ ഏഴാമത്തെ തവാഫ് പൂർത്തിയാവുകയാ. ഫുലാല മനസ്സിൽ ഉറപ്പിച്ചു, ഇവിടെ വെച്ച് മുഹമ്മദിനെ കൊന്നാലല്ലാതെ ഇനി എനിക്ക് കൊല്ലാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കിയപ്പോ വർദ്ധിച്ച വീര്യത്തോടെ തന്റെ പിച്ചാത്തിപ്പിടിയിൽ കൈമുറക്കി പിടിച്ചു. ഇനിയെങ്കിലും മുഹമ്മദിനെ കൊല്ലണമെന്ന ആർദ്രവത്തോട് ഫുലാല ഹബീബായ നബി ഏഴാമത്തെ തവാഫ് പൂർത്തിയാകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിലേക്ക് ചാടി ഇറങ്ങി. ഹബീബായ നബിയുടെ റിസാലത്തിന്റെ പൊൻശരീരം കണ്ടപ്പോ ഫുലാല പേടിച്ചു പറച്ചു, കൈയയഞ്ഞു, വടിവാൾ താഴേക്ക് വീണു. ശബ്ദം കേട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കുമ്പോ പേടിച്ച് വിറച്ചിട്ട് ഫുലാല നിൽക്കുകയാ. ഫുലാല പേടിച്ച് വിറച്ചു പോയി. താൻ പിടിക്കപ്പെട്ടത് തന്നെ ഇന്ന് കൊല്ലും. ആരെയാ വധിക്കാൻ ശ്രമിച്ചത്? മക്കയുടെ രാഷ്ട്രപിതാവിനെയാണ് വധിക്കാൻ ശ്രമിച്ചത്. ഊരിപ്പിടിച്ച വാളുമായി ഉമറടക്കമുള്ള ആളുകൾ കഅബയുടെ വെളിയിലുണ്ട്. താൻ പിടിക്കപ്പെട്ടത് തന്നെ ഊരിപ്പിടിച്ച വാള് താഴെ വീണു പോയപ്പോ വിറച്ചുകൊണ്ട് ഫുലാല നിൽക്കുമ്പോ ലോകത്തിന്റെ ശാന്തിയുടെ സന്ദേശം തിരിഞ്ഞു നോക്കി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അറത്തുകയാ ഫുലാല, നിന്നെ ഞാൻ കണ്ടു ഫുലാല. ആദ്യം ഞാൻ തവാഫിന് ഇറങ്ങുമ്പോഴും ഈ ഭിത്തിയുടെ പുറകിൽ ഊരിപ്പിടിച്ച വാളുമായി നീ ഉണ്ടെന്ന് എനിക്കറിയാം ഫുലാല. അതറിഞ്ഞിട്ടാണ് ഞാൻ തവാഫ് ചെയ്തത്. ഓരോ പ്രാവശ്യവും നീ എന്റെ പുറകിൽ കൊല്ലാമെന്ന് മറിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞു ഫുലാല പേടിച്ച് വിറച്ചു പോയി കാട്ടാളൻ. ഹബീബായ നബി നാലുപാട് നോക്കി. തന്റെ മരണം ഉറപ്പിച്ച സമയം, തന്റെ ശരീരം പിച്ച് ചീന്തുന്ന ഉറപ്പിച്ച സമയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുലാല രക്ഷപ്പെട്ടോ ഫുലാല. ആരും നിന്നെ കണ്ടിട്ടുള്ള ഫുലാല, ഉമർ കണ്ടിട്ടില്ല, എന്റെ സഹാബത്ത് കണ്ടിട്ടില്ല. ആരും കാണുന്നതിന് മുമ്പേ രക്ഷപ്പെട്ടോ ഫുലാല. ആരും കണ്ടില്ല ഫുലാല, രക്ഷപ്പെട്ടോ ഫുലാല. ഫുലാല ഞെട്ടിത്തരിച്ചു പോയി. എന്താണിത്? വിട്ടുവീഴ്ചയുടെ, ഉദാരതയുടെ, സഹാനുഭൂതിയുടെ, ആർദ്രതയുടെ, സ്നേഹത്തിന്റെ, ദയയുടെ, കൃപയുടെ, ഉദാരതയുടെ, ഉത്തമതയുടെ ഏറ്റവും വലിയ ഒരു വിട്ടുവീഴ്ചയുടെ പ്രഭവ കേന്ദ്രത്തിന്റെ മുമ്പ് പൊട്ടിക്കരഞ്ഞു പോയി ഫുലാല. ഊരിപ്പിടിച്ച വാളുമായി ആരെ കൊല്ലാനാണോ വർഷങ്ങളായി കാത്തിരുന്നത്? മുസ്തഫ ഹബീബായ നബിയുടെ കാലിലേക്ക് വീണു. നബിയെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബിയുടെ കാലിൽ വീണിട്ട് തലമുടിയിൽ പിടിച്ചിട്ട് താഴെ കിടന്നിട്ട് അടിക്കാൻ തുടങ്ങി ഫുലാല. ഫുലാല, നീ എത്ര തമ്മാടിയാണടാ? തന്റെ തലയിൽ പിടിച്ചിട്ട് തലയിൽ കിടന്നിട്ട് അടിക്കാൻ തുടങ്ങി കൈവാറിയത്തിന്റെ മത്താഫിൽ. ഇത്രനാൾ ആരെയാണ് കൊല്ലാൻ നടന്നത്? ഇത്രനാൾ ആരോടുള്ള വിദ്വേഷത്തിലാണ് നടന്നത്? ഈ മനുഷ്യനെയാണോ കൊല്ലാൻ നടന്നത്? എടാ ഫുലാല, നീ എത്ര തമ്മാടിയാണെന്ന് പറഞ്ഞിട്ട് ഈ മുടിയിൽ പിടിച്ചിട്ട് തലവിട്ടടിച്ചു. അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഫുലാല. ചെറുപ്പക്കാരികളെ, ഈ മലബാറിലെ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് വേശപ്പെട്ട് സർവാഡംബര വിഭൂഷിതായി മോഹനാംഗിയെ പോലെ മാരക സൗന്ദര്യത്തിൽ ഒളിതിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നത്, ഫുലാല ഇവിടെ വാ ഫുലാല, നിനക്ക് വേണ്ടി ഞാൻ എന്റെ കടപ്പുറ മാറ്റി വെച്ചിരിക്കുകയാ. എല്ലാ ദിവസവും രാത്രി ഫുലാല വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ്, ആ പെണ്ണ് തിരിച്ചു പോകുന്ന വഴിയിൽ കാത്തു നിൽക്കുകയാണ്. വരിക ഫുലാല, വരിക ഫുലാല, വരിക എന്ന് എന്റെ ശരീരത്തിന്റെ ചൂട് പകരുന്ന പെണ്ണ് തന്നെ മാടി വിളിക്കുമ്പോ ആ സമയത്ത് ഫുലാല പറഞ്ഞതെന്നറിയോ? ഇല്ല, ഫുലാല ഇനി വ്യഭിചരിക്കില്ല. അസ്ലംതു ബൈന യദൈ മുസ്തഫ. ഒരൊറ്റ മണിക്കൂർ മുമ്പ് ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഫുലാല മുസ്ലിമായി. 1 മണിക്കൂർ മുമ്പ് ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് അസ്ലംതു ബൈന യദൈ മുസ്തഫ. ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഫുലാല മുസ്ലിമായി. ഇനി ഫുലാല വ്യഭിചരിക്കാൻ കിട്ടില്ല, ഇനി ഫുലാല കള്ളു പിടിക്കില്ല, ഇനി ഫുലാല പലിശ മേടിക്കില്ല. ഇല്ല പെണ്ണ്, ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ ആരാ ചെറുപ്പക്കാരാ? മുസ്ലിമായിട്ട് 1 മണിക്കൂറായിട്ടില്ല. അങ്ങോട്ട് നബിയെ വധിക്കാൻ പോകുമ്പോ ഈ പെണ്ണിന്റെ കൂടെ കിടന്നിട്ടാണ് ഫുലാല വധിക്കാൻ പോയത്. അങ്ങോട്ട് പോകുമ്പോ ഫുലാല ഈ പെണ്ണിന്റെ കൂടെ വ്യഭിചരിച്ചിട്ടാണ് പോയത്. ഒരൊറ്റ മണിക്കൂർ കണ്ട് ഇല്ല, അസ്ലംതു ബൈന യദൈ മുസ്തഫ.
ഹബീബായ നബിയുടെ ചാരത്ത് വെച്ച് ഞാൻ മുസ്ലിമായി. ഇനി ഫുദാലെ കിട്ടില്ല, ഇനി ഫുദാലെ ഒരു ഹറാം ചെയ്യില്ല. ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കണം. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് 1 കോടി ഇസ്തിഗ്ഫാർ ചൊല്ലി ഞാൻ എന്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തു. ഇനി എന്നെ വ്യഭിചരിക്കാൻ കിട്ടില്ല, ഇനി എന്നെ ആഭാസത്തിന് കിട്ടില്ല, ഇനി എന്നെ ഗാനമേളക്ക് കിട്ടില്ല, ഇനി റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു ഹറാമിനെ കിട്ടില്ലെന്നൊരു ഫുദാലയാവാൻ, ചരിത്രത്തിന്റെ ഫുദാലയാവാൻ, ചരിത്രത്തിന്റെ പുനർചരിത്രം രചിക്കാൻ എന്റെ പ്രിയപ്പെട്ട ലക്ഷക്കണക്കിന് ഈ ന്യൂ ഇയറിന് കൂടിയ പ്രിയപ്പെട്ട മക്കളെ കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ ന്യൂ ഇയർ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അങ്ങോട്ട് പോകുമ്പോ വ്യഭിചരിച്ച പെണ്ണിനെ ഇങ്ങോട്ട് വരുമ്പോ ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞ മനസ്സ്, നിങ്ങൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ 100 കണക്കിന് ആഘോഷങ്ങൾ നിങ്ങൾ വഴിയിൽ കാണും. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ആരും അതിൽ പെടരുത്. ഒരാൾ പോലും ഒരു പെണ്ണ് പോലും ഇനി അതിൽ പെടരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. إلهي أنت مقصودي ورضاك مطلوبي. أستغفر الله العظيم، 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 أستغفر الله العظيم. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഒരു വഖത്ത് നിസ്കാരം പോലും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാ ആക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത, അങ്ങനെ ദൃഢനിശ്ചയം ചെയ്തവരൊക്കെ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഈ വർഷം അവസാനിക്കാൻ ഒന്ന് കൈവക്കി. ഈ കൈയിനെ താഴെ നിങ്ങളോടുള്ള എന്റെ വസിയത്താണ്. ആണും പെണ്ണും അടക്കം അല്ലാഹു കബൂലാക്കട്ടെ. ഉറക്കെ കൈവക്കി നിർത്തി അല്ലാഹുവേ പറയുന്നു, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക. അല്ലാഹുവേ ഇന്നു മുതൽ അല്ലാഹുവേ നിന്റെ മുഴുവൻ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹുവേ പഠിച്ചവനെ, അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും പാപങ്ങൾ അപ്പൊ എന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ. അല്ലാഹുവേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒന്നാമത്തെ അടിമയുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഒരു അടിമയുടെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, പടച്ചറപ്പിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവന്റെ ഹൃദയങ്ങൾ വല്ലാതെ കിടുകിടാ വിറയ്ക്കുകയാണ്. പടച്ചവനെ കുറിച്ച് പറഞ്ഞാൽ അവന് വല്ലാത്ത ഭയമാണ്, അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്, അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. പടച്ചറപ്പിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു അടിമയുടെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും അവന്റെ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു വട്ടമല്ല 1,00,000 പ്രാവശ്യം അല്ലാ 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 എന്ന് പറഞ്ഞ നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുമോ? കൈകാല് വിറയ്ക്കുമോ? കണ്ണിലൂടെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും താഴെ വീണമോ? പടച്ചവനെ, നമുക്ക് അല്ലാഹുവിനെ ഭയമുള്ളവരാരാ? അല്ലാഹുവിനെ പേടിയുള്ളവരാരാ? എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിനെ പേടിയില്ലടോ. ആ പടച്ചറപ്പിനെ ഭയമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ലായിരുന്നോ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അഹങ്കാരികളാകില്ല, ധിക്കാരികളാകില്ല, തോന്നിവാസികളെ പോലെ നടക്കില്ല. പടച്ചവനെ, നിസ്കരിക്കാൻ നമുക്ക് മടിയാണ്, നന്മകൾ ചെയ്യാൻ നമുക്ക് മടിയാണ്, തോന്നിവാസികളെ പോലെ തോന്നുന്നത് പോലെ അടിച്ചുവിട്ട നാൽക്കാലികളെ പോലെ നടക്കുകയാണ്. അവിതാ പടച്ചവനെ ഹലാലോ ഹറാമോ നോക്കുന്നില്ല. തിന്നണം, കുടിക്കണം, ആസ്വദിക്കണം, സുഖിക്കണം. പടച്ചവനെ, ജീവിതം സുഖിക്കാനുള്ളതാണ്. ഇന്നത്തെ തലമുറ പറയുന്ന ഏറ്റവും വലിയ ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും ഞങ്ങൾക്കൊരു മാറ്റവുമില്ല. നിങ്ങൾ വെറുതെ കിടന്ന് കൊരച്ചിട്ട കാര്യമില്ല. ഞങ്ങളിങ്ങനെ ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ എന്റെ പിന്നമടിക്കുകയാണ്. പണ്ട് വീടി വലിക്കാൻ പേടിയാ, പണ്ടൊരു വീടി വലിക്കാൻ ഭയമായിരുന്നു. ഇന്ന് കഞ്ചാവടിക്കുകയാണ്, അതാ MDM ഉപയോഗിക്കുകയാണ്, പരസ്യമായി മോശമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പെങ്ങളെ, തലമറയ്ക്കാൻ നിനക്ക് പേടിയാ, തലമറയ്ക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ.
ഇന്ന് തലയിലെ തുണിയെടുത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് ഫാഷനാണല്ലോ. അതിന് വന്നിരിക്കുന്ന ഉമ്മയ്ക്ക് പോലും തന്റെ തലമറയ്ക്കാൻ മടിക്കുന്ന കാലമാണ്. വിചാരം വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അമ്മ ഹൃദയത്തിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയടോ. അമ്മ ആരാണെന്ന് ഇന്നത്തെ തലമുറയ്ക്കറിയില്ല. അമ്മ ആരാണെന്നറിയില്ല. ഹൃദയത്തിനകത്ത് പടച്ചറപ്പ് കയറിക്കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ജീവിതത്തിൽ മാറ്റം വരും മോളെ. ജീവിതത്തിൽ മാറ്റം വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം നിനക്കറിയുമല്ലോ. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ പൊന്നാര്, അവിടുത്തെ രാജകുമാരി യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് യൂസുഫിനെ വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രവാചകനല്ല. ആ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ പയ്യന്, ആ ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തെ വിളിച്ചു കയറ്റിയിട്ട് അതാ യൂസുഫിനോട് പറയുന്നു, യൂസുഫേ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തന്റെ മാരണത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് സുലൈഖ പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ ആഗ്രഹമെന്ന് സാധിപ്പിച്ചു തരുമോ? യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രാജ്യത്തെ രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തെ വിളിച്ചു കയറ്റി തന്റെ മാരണത്തിലേക്ക് പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് സുലൈഖ ചോദിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്താ? യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, സുലൈഖ, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കയറി പിടിച്ച സുലൈഖയുടെ ചരിത്രം പഠിച്ച പെണ്ണ് സുലൈഖ ആരാണെന്നറിയുവോ? സുലൈഖയുടെ പാട്ട് പഠിച്ചാ മാത്രം പോരാ, ആ സുലൈഖയുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്കണം പെങ്ങള്. സുലൈഖയുടെ ഹൃദയത്തിനകത്തേക്ക് പടച്ചറബ് കയറിയപ്പോ സുലൈഖ ആരായി മാറിയെന്നറിയുവോ? പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജയിലറയ്ക്കകത്ത് പിടിച്ചിട്ടിട്ട് തന്റെ വാശി തീർക്കുകയാണ്, അവിടുത്തെ വൈരാഗ്യം തീർക്കുകയാണ്. അവസാനം യൂസുഫ് ജയിൽ മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പടച്ചവനെ, സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് എന്ന് പറയുന്ന ആ ഭരണാധികാരി അതാ വിവാഹം കഴിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാനെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ യൂസുഫിനോട് സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ച് മണിയറയ്ക്കകത്ത് ചെന്നപ്പോ സുലൈഖ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല. യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ, എന്തു പറ്റി സുലൈഖ? അല്ലാഹു എന്നെ ഹറാമാക്കിയ സമയത്ത് യൂസുഫിനെ കയറി പിടിച്ച കഥയല്ലേ അറിയൂ? എങ്കിൽ ആ സുലൈഖ ബീവിയുടെ ചരിത്രം നീ വായിച്ചു നോക്ക്. യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു. എന്റെ ചെറുപ്പക്കാരാ, ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാ മോനെ. പഠിച്ചവനെ, പണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ പണം വേണമായിരുന്നു, ഇന്ന് കഞ്ചാവ് പഠിക്കണമെങ്കിൽ പണം വേണ്ട ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പറയുകയാ, നീ ആണാണോടാ, ഒന്ന് കണ്ടുകുടിക്കടാ, ഒന്ന് വലിച്ചു നോക്കടാ, ബീറം നടിച്ചു നോക്കടാ. നീ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാടാ? ഒന്ന് വലിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് കയ്യിലേക്ക് കൊടുക്കുന്ന കാലമാ. പഠിച്ചവനെ, സ്കൂളിൽ പഠിക്കുന്ന ഫർദ് ധരിച്ച ഹിജാബിട്ട പെൺകുട്ടിയോട് മോശമായ രീതിയിൽ കൂട്ടുകാർ തന്നെ വഴിപിഴപ്പിക്കുന്ന കാലമാണ്. പണ്ട് കൂടുള്ളവൻ എടുത്തു വന്ന പേടിയായിരുന്നു, ഇന്ന് തുടകയാണ്, പിടിക്കുകയാണ്. ഇന്ന് കയ്യിൽ പിടിക്കുന്നത് തെറ്റല്ല, കൂടെ നടക്കുന്നത് തെറ്റല്ല, കൂടെ കിടക്കുന്നത് തെറ്റല്ല, സഞ്ചരിക്കുന്നത് തെറ്റല്ല. മാതാപിതാക്കൾ തിരുത്താറുമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, കാലം എങ്ങനെയാകട്ടെ, ഏതൊക്കെ എങ്ങനെയൊക്കെ ആയാലും മോനെ, നിന്റെ ജീവിതത്തിൽ നീ മാറ്റം വരുത്താൻ പാടില്ല. തെറ്റ് ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട്, പാപം ചെയ്യാൻ ഒരുപാട് ചാൻസുകളുണ്ട്. പക്ഷേ ആ പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവർക്ക് ഒരു സ്വർഗ്ഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവർക്ക് ഒരു സ്വർഗ്ഗമുണ്ട്, ഖുർആൻ ഓതുന്നവർക്ക് ഒരു സ്വർഗ്ഗമുണ്ട്. പള്ളി കെട്ടിക്കൊടുക്കുന്നവന്റെ ചങ്കൂറ്റത്തോടെ പറയണം, എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാണോ? എന്റെ ശരീരത്തെ തൊടുന്നത് വ്യഭിചാരമാണ്. ഞാൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാണ്, ഇനിമേലിൽ എന്റെ ശരീരത്തെ തൊട്ടു പോകരുത് എന്ന് ആണത്തത്തോടെ ചങ്കൂറ്റത്തോടെ അവന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറഞ്ഞ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ.
നിനക്ക് 2 സ്വർഗം തരും പെങ്ങള്. 2 സ്വർഗമാടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്നവൻ കല്ലെടുത്ത് കയ്യിൽ തന്നിട്ട് കുടിക്കടാ എന്ന് പറഞ്ഞ് നിന്നെ പരിഹസിക്കുമ്പോ കള്ളു കുടിക്കാത്തതിന്റെ പേരിൽ കൂട്ടുകാരുടെ മുമ്പിൽ നിന്നെ നാണം കെടുത്തിട്ട് ആണെന്ന് പറയുന്ന വർഗത്തിന് നാണക്കേടാന്ന് പറഞ്ഞ് പരിഹസിക്കട്ടെ. അവനോട് പറയണം, നീയൊക്കെ എത്ര പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഏതായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഹലാലായ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.